ജോപ്പാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് 2 പ്രതിഭകളെ ആദരിക്കുകയുണ്ടായി. ആരൊക്കെയാണ് ഈ പ്രതിഭകളെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ ജനറൽ ബോർഡ് ഡിസ്ക് ആൻഡ് കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് പുരസ്കാരത്തിന് അർഹനായ EK അബ്ദുൽ സലീം സാർ, സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ, മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ SSLCക്ക് ഫുള്ള് A+ നേടിയ ബൃന്ദമോള് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏളംപ്ലാശ്ശേരി കോളനിയിലാണ് ഈ മോള് താമസിക്കുന്നത്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു വീടില്ല, ഫ്ലെക്സ് കൊണ്ട് മറച്ച ഇതിലാണ് അവർ കഴിയുന്നത്. നമ്മളിപ്പം ഈ വെള്ളച്ചാട്ടം വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ പോയി ചാടുകയും കുളിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് നീന്തലൊക്കെ അറിയാമായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് നീന്തൽ അറിയാവുന്ന കൂടുതൽ ആളുകളും അതിലൊക്കെ പോയിട്ട് മുങ്ങി മരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നല്ല മനോഹരമായിട്ട് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കേൾക്കുകയും ചെയ്യാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം, നമ്മുടെ നാട്ടുകാരനായ അഗസ്ത്യമൊയിലെ സലീം സാർ എൻ്റെ പ്രവർത്തന ശൈലി നല്ലതാക്കുക, സർവീസിൽ നിന്ന് പിരിയുമ്പോൾ നമുക്കതേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടുകാരനായ സലീം സാറിന് ശ്രീ EK സലീമിന് ഒരു സ്വീകരണം നടത്തുവാൻ നേരത്തെ ഡേറ്റൊക്കെ നിശ്ചയിച്ചു. മലപ്പുറത്ത് ജോലി ചെയ്യുന്ന ഫയർ ഓഫീസറാണ്. അഗസ്ത്യമൈക്കാരനാണ്. കിണറിൽ പശു വീണാൽ മാവുപുരത്തം കയറി മാങ്ങ പറിച്ച് ഇറങ്ങാൻ പറ്റാൻ എല്ലാം മനുഷ്യൻ്റെ റെസ്ക്യൂ അതൊരു വൃതമാക്കി ആ ഡിപ്പാർട്ട്മെൻറ്റ് പേര് തന്നെ അങ്ങനെയായി. ദൈനംദിന ജീവിതത്തിൽ പൂർണ്ണമായി ഇന്ന് ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അപ്പം നമ്മളൊരു സന്തോഷകരമായ വേളയിലാണ് ഇന്ന് നമ്മളിവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വീകരണങ്ങൾ. ഈ ഇരിക്കുന്ന ബൃന്ദമോള്, ബൃന്ദയുടെ വിജയത്തിൻ്റെ ഒരു മധുരം ഇല്ലായ്മയിലും കഷ്ടപ്പാടിലും പ്രാരബ്ധത്തിലുമാണ് പഠിച്ചു വളരുന്നത്. നീ ഒറ്റക്കല്ല. അബ്രഹാം ലിങ്കനെ കേട്ടിട്ടുണ്ടോ? അത് അമേരിക്കൻ്റെ പ്രസിഡന്റ്. ഗുഡ്, ഫൈൻ, കൺഗ്രാറ്റ്സ്. അയാൾ സ്ട്രീറ്റ് ലൈറ്റിൽ ഇരുന്ന് പഠിച്ചല്ലേ മാഷെ? ബാബു മാഷ് പറഞ്ഞു. അബ്രഹാം ലിങ്കണ് അമേരിക്കയുടെ ഗതിവിഗതികൾ മാറ്റിയ, ലോകം ഇന്നും ആരെങ്കിലും പേരൊക്കെ ഉദാഹരണമായി പറയുന്നുണ്ടെങ്കിൽ ദ ഗ്രേറ്റ് മാൻ അമേരിക്കൻ എന്ന് പറയുന്ന അബ്രഹാം ലിങ്കണാണ്. അയാൾ കഷ്ടപ്പെട്ട് പഠിച്ച ചരിത്രമാണ്. മലബാറിൽ സാർവത്രികമായ വിദ്യാഭ്യാസം വന്ന് ക്രൈസ്തവ കുടിയേറ്റം കൊണ്ടാണ്. ക്രൈസ്തവർ ഈ നാട്ടിൽ വന്ന് വിദ്യാഭ്യാസവും ഭക്ഷിക്കാൻ കപ്പയും ജീവനോപാധിയായി റബ്ബറും ഒക്കെ അവരുടെ സംഭാവനകളാണ്. അവർ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയതോടുകൂടി എല്ലാവർക്കും പഠിക്കാം. കുറ്റം പറയുന്നവരുണ്ടാവും. അതൊക്കെ ജാതി മാറ്റാണ്, മതം മാറ്റാണ്, പരിവർത്തനം ഒന്നുമല്ല. അവർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവർക്കും ജോലിയൊന്നും ഒരു കൊടുക്കൂല കേട്ടോ മാഷെ. പക്ഷെ പഠിക്കാൻ എല്ലാവർക്കും അവരവസരം കൊടുത്തു. അപ്പം ആ നിലക്ക് നമ്മുടെ നാട്ടിൽ പഠിക്കാൻ അവസരമൊക്കെ ഉണ്ട്. പക്ഷേ ഭൗതികമായ എന്ത് സാഹചര്യമാണെന്ന് അറിയില്ല. ബൃന്ദയുടെ ആ വീടിൻ്റെ ഫോട്ടോ ഇന്നലെ ബാങ്കിൻ്റെ ഡയറക്ടർ ഇമ്മാനുവൽ കാക്കക്കൂടുകൾ എടുത്ത് ലൈവ് ഇട്ട് തന്നപ്പോൾ എനിക്ക് വലിയ പ്രയാസമായി. എനിക്കവിടെ ആ കുന്ന് കയറി വണ്ടി പോയി നിർത്തി, പിന്നെ നടന്ന് കയറി, പിന്നെ ഇറങ്ങി, അങ്ങനെ കൂടി കേട്ടപ്പോൾ ചിലപ്പോൾ ആ റോഡിന് എൻ്റെ പേരിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു സാഹസത്തിന് മുതിരായിരുന്നു. അപ്പം വീടിൻ്റെ നിന്നെ ഇന്ന് വനമായി വരാൻ നിർബന്ധിച്ച് പറഞ്ഞത് നിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ തീരുമാനത്തിലെത്താം. വീട് തോട്ടുമുക്കം ഹൈസ്കൂൾ കുട്ടികൾ ഉണ്ടാക്കി തരുന്നുണ്ടോ? പണി തുടങ്ങിയിട്ടില്ല. പണിയുണ്ട്, വീട് തുടങ്ങിയില്ലേ? പണിയുന്നുണ്ട്. എപ്പോൾ തീരും? പണി തീരൂല്ലേ? അപ്പം പിന്നെ നമ്മുടെ സ്കീം വേണ്ട. ഭിത്തി പണി കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പം അത് ഇനി നമ്മളതിൽ കൈ കടത്തി സ്കൂളിൻ്റെ പേര് മോശമാക്കണ്ട.
ആ കുട്ടികളുടെ നല്ല മനസ്സ് മിക്കവാറും എല്ലാ സ്കൂളും ഇപ്പോൾ തിരുവമ്പാടി ഇൻഫൻ്റൊക്കെ വീട് വെച്ച് കൊടുത്തു. ഉദാഹരണത്തിൽ ഞാനും പോയത് കുട്ടികളെല്ലാം കുമാര സ്കൂളിൽ മാഷ് പഠിപ്പിച്ച കുമാർ എല്ലാവരും വീട് വെച്ച് കൊടുക്കുന്നത് നല്ല കാര്യമായി. അതുകൊണ്ട് ഞാൻ ആ പടം കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ്. അതുകൊണ്ട് ആ മോളെ നിന്ന് വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് ഇങ്ങോട്ട്. കാരണം വീടിൻ്റെ കാര്യം തീരുമാനമായില്ലെങ്കിൽ ഇവിടുന്ന് തീരുമാനമാക്കി ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മോളെ വിളിച്ചത് കേട്ടോ. നന്നായി പഠിക്കണം. ഇനിയിപ്പോൾ ഹയർ സെക്കൻഡറി മോക്ക് ഇഷ്ടമുള്ള ഇപ്പം ഡോക്ടറാണല്ലോ, സയൻസ് ഗ്രൂപ്പ് ഏത് സ്കൂളിലാണ് പ്രിഫർ ചെയ്യുന്ന തൊട്ടുമുക്ക് തന്നെയാണോ, എവിടെയാണോ നീ കൊടുക്ക്. എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഭരണകക്ഷി ടാർസനുണ്ട്, പ്രതിപക്ഷ അബ്ദു റഹ്മാനുണ്ട്, ഞങ്ങളൊക്കെ എല്ലാവരും സഹായിക്കാം കേട്ടോ. നമുക്ക് സീറ്റ് വാങ്ങിത്തരാം. പഠിക്കാൻ പുസ്തകവും ഫീസും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നീ വരണ്ട, അമ്മയെ ഇവിടുത്തെ നമ്പർ തരാം, വിളിച്ചാൽ മതി. ഒരു പ്രയാസം ഉണ്ടാവും, നന്നായി പഠിക്കണം കേട്ടോ. ഈ സെൻറ്റ് തോമസ് സ്കൂള്, തോട്ടുമുക്ക സ്കൂളിലെ കുട്ടികൾ ഇന്ന പോലെ കൊച്ചു കുട്ടികൾ അവരെടുക്കുന്ന ഓരോ നാണയത്തൊട്ടും എടുത്ത് നിനക്കൊരു വീടിൻ്റെ ഭിത്തി കെട്ടിത്തരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്നോടൊപ്പം ദൈവവും കൂടി കൂടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദൈവാനുഗ്രഹത്തോടു കൂടി ആ വീടിനായി തന്ന മുഴുവൻ കുട്ടികളുടെയും പ്രാർത്ഥനയോടു കൂടി നിനക്ക് ഒരിക്കൽ ഉയർന്നു വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുരളീധര മാഷ് ഇവരെക്കുറിച്ചുള്ള ഔപചാരികമായ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ശ്രീ DCCയുടെ ജനറൽ സെക്രട്ടറി ബാബു മാസ്റ്റർ പൈക്കാട്ടിൽ, ജനതാ നേതാവ് ടാർസൻ കണ്ടത്തിലുണ്ട്. എല്ലാവരും ആശംസകൾ നേർന്ന് സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂറാണ് സമയം അല്ലേ? രാഷ്ട്രപതിൻ്റെയൊക്കെ പരിപാടിയൊക്കെ 1 മണിക്കൂറുള്ള ദിവസമാണിന്ന്. ചിലരൊക്കെ മഴ കാത്തുക്കുന്നുണ്ട്, ചിലയിടത്ത് മഴ പെയ്യുന്നുണ്ട്. ഫോണിൽ വന്ന മെസ്സേജ് നമ്മുടെ ഈ ഷോർട്ട് നോട്ടീസിൽ എത്തിച്ചേർന്ന എല്ലാവരെയും കാരശ്ശേരി ബാങ്കിന് പേരിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശ്രീ മുരളീധര മാഷെ ഒരു പരിചയപ്പെടുത്തലിന് ഔപചാരികമായി ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്നിച്ചാ കൈയടിക്കാൻ ആളില്ല. നമ്മൾ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. എൻ്റെ ചുമതല നമ്മൾ ഈ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. വിശിഷ്ടാതിഥികൾ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിരവധി രക്ഷാപ്രവർത്തകരുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് കേരളത്തിൻ്റെ അഗ്നിരക്ഷാ സേന. ആ അഗ്നിരക്ഷാ സേനയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറം അഗ്നിരക്ഷാ നിലയത്തിൻ്റെ ഓഫീസറാണ്. നമ്മുടെ സ്വന്തം മുക്കത്തുകാർ പ്രിയപ്പെട്ട അംഗമാണ്. അപ്പോൾ അദ്ദേഹം വലിയ സേവനങ്ങളിലൂടെ നേടിയത് രാജ്യത്തെ ഏറ്റവും നല്ല ജീവകാരുണ്യ സേവകനായി, ശമ്പളം ഏറ്റവും കൂടുതൽ വാങ്ങുന്നതിനല്ല, ഏറ്റവും നല്ല ജീവകാരുണ്യ സേവന രംഗത്ത് മാതൃക കാണിച്ചതിന് അദ്ദേഹത്തെ രാഷ്ട്രം ആദരിച്ചതാണ്. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത്. നമ്മൾ ഇന്ന് അദ്ദേഹം ഇവിടെ ഇതുപോലെ ഒരു നമ്മുടെ നടുത്തൊടിയിൽ വിജയൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ബാപ്പയെയും ഉമ്മയെയും പറയാതെ ഈ ചടങ്ങ് ഒരു എന്താ പറയാ അർത്ഥപൂർണമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. 7 7 അധ്യാപകരുടെ കുടുംബമാണത്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഉള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ്. മൊത്തം 12 പേരാണ് സർ അല്ലേ? അവർ 12 സർക്കാർ ജോലി ഇല്ലാത്ത ആരുമില്ല. അതേ ഞാൻ പറഞ്ഞത്, ഇവർ ചെയ്തത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെന്നുണ്ടെങ്കിൽ സഹൃദയല്ലായിരുന്നു നമ്മുടെ ക്ലബ്ബ്. എല്ലാ രംഗത്തും ജോലി നേടിയിട്ട് നാട്ടുകാർക്ക് മൊത്തം നമ്മളിങ്ങനെ പരിശ്രമിച്ചാൽ നമുക്ക് എല്ലാ സർക്കാർ ജോലി കിട്ടുമെന്ന് മാതൃക കാണിച്ച ഒരു കൂട്ടായ്മ ഇവർക്കുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട നടുത്തൊടി പറഞ്ഞാൽ അവരൊക്കെ ഉണ്ട്. ഒരുപാട് പേര് പാസ്പോർട്ട്സിലൊക്കെ നമുക്കറിയാം. അത് തന്നെ ഒരു മാതൃകയാണ്. പിന്നെ ഞാൻ പറഞ്ഞതിനേക്കാൾ പ്രധാനമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ നടത്തിക്കൊണ്ടിരുന്ന ചായപ്പീടി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാലമാണ്. ആ സ്നേഹത്തിന്റെ ചായക്കട അന്നേ തുറന്നു എന്നുള്ളതാണ് അതിനൊരു മഹത്വം. ഒരു പക്ഷേ അദ്ദേഹം കാണിച്ച, ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും ആ പാരമ്പര്യമാണല്ലോ. ആ പിതാവ് കാണിച്ചു കൊടുത്ത ഈ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, മര്യാദയുടെ, എളിമയുടെ ഒരുപാട് പാഠങ്ങളാണ് ഈ മക്കൾക്ക് കിട്ടിയത്. നമുക്ക് അദ്ദേഹത്തെ നേരത്തെ തന്നെ അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ഹൃദയസ്പർശിയായി തോന്നിയൊരു രംഗം എന്ന് പറയുന്നത് 2019 കവളപ്പാറ ഉരുൾപൊട്ടലാണ്. എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു അത്യാവശ്യം ഒരു 25-30 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ മറക്കാനാവാത്ത സംഭവമാണ് 2019 കവളപ്പാറ ദുരന്തം. കവളപ്പാറ മുത്തപ്പൻ കുന്ന് അല്ലേ സാറേ?
അല്ലെ? മുത്തപ്പൻ കുന്നില് ഉരുൾപൊട്ടിയിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള അതിഭയാനകമായ ഭയാനകമായ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേർ 59 ആള് അതിൽ കിട്ടിയില്ല, 48 പേരെ എടുത്തു. അതെ, 59 ആളുകൾ പോയി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും അത്രയും വലിയ ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഉരുൾപൊട്ടലാണ്. ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും മുന്നിൽ കുതിച്ചെത്തുന്നത് അഗ്നിരക്ഷാ സേനയാണ്. ആ സേനയുടെ തിരച്ചിൽ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. നേതൃത്വം കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് അത് അവരുടെ ജോലിയാണെന്നുള്ളതൊക്കെ അവിടെ ചെന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം പറയും ഇതിലേറെ ഒരു മാതൃക, ഒരു അപകട അന്തരീക്ഷത്തിൽ മനുഷ്യജീവൻ രക്ഷിക്കാനും മണ്ണിനടിയിൽ പെട്ടുപോയവരുടെ ശരീരം തിരിച്ചെടുത്ത് ആരൊക്കെയാണ് തിരിച്ചറിഞ്ഞ ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനും നാട്ടുകാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനും അവസരം ഉണ്ടാക്കാനും അവർ കാണിച്ച അതിജാഗ്രതയോടുകൂടിയുള്ള അതിസമർപ്പണത്തോടു കൂടി ചെയ്ത സേവനത്തിന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം പ്രവർത്തനം നടത്തിയത് അദ്ദേഹം ആ രംഗത്തുണ്ടായ സംഭവങ്ങളെ കുറിച്ച് അന്നൊന്ന് ഫേസ്ബുക്കിൽ എഴുതുമായിരുന്നു. അന്നൊന്ന് ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ഉണ്ടായ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെ കുറിച്ച് നാട്ടുകാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഫയർഫോഴ്സിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ വിജയ സാർ എടുക്കുന്നെങ്കിലും ഉടനെ ഒന്ന് തിരിച്ചു വിളിക്കും. കാരണം ഇത് വെറുതെയാണ് പറ്റിക്കാനാണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഏതായാലും ഒരു 1/2 മിനിറ്റിന് വേണ്ടേ. അത് കഴിഞ്ഞാൽ അവർ വണ്ടിയും കൂടെ എത്തുമ്പോഴത്തേക്കും വിളിച്ചു. പക്ഷെ നാട്ടുകാർ ഇടപെട്ട് കുറെയൊക്കെ എന്തെങ്കിലും ചെയ്തു. അപ്പൊ നാട്ടുകാർ കുറെ പേരുണ്ട്, പോലീസുകാരെ പോലെ കാത്തു നിൽക്കും. നിങ്ങൾ എവിടെയായിരുന്നു, എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന അന്നത്തെ ഒരു കാലമുണ്ട്. ഇന്ന് ആരും ചെയ്യില്ല, കണ്ടാൽ സല്യൂട്ട് ചെയ്യും. അങ്ങനെ സല്യൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി സലീം സാറാ. എന്താ അറിയാമോ, ഫയർഫോഴ്സുകാർ എന്താ ചെയ്യുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിൽ അവർ ചെയ്ത സേവനത്തെ അവർ ഫേസ്ബുക്കിലൊക്കെ എഴുതി ഇങ്ങോട്ട് വിട്ടതാ. അതിൽ കണ്ടത് ചില നമ്മൾ കരള് പിളർക്കുക എന്നൊക്കെ പറയത്തില്ലേ, അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ ഹൃദയം പൊട്ടുന്ന വേദന ഉണ്ടാക്കുന്ന അവരെ കണ്ട ദൃശ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്ക് പറഞ്ഞ കണ്ണുനീര് വരുന്നതാണ്. ഉദാഹരണമായിട്ട് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം എഴുതിയ ഒരു കുട്ടി സലീന, അലീന എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി ആ വാപ്പയുടെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നിടത്തുനിന്ന് ഉരുൾപൊട്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ വാപ്പയുടെ കൈ വിട്ടിട്ട് ആ വെള്ളത്തിനടിയിൽ പെട്ടുപോയി ആ കുട്ടിയുടെ കൈ മാത്രം ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു കിടന്നൊക്കെ അദ്ദേഹം എടുത്തൊക്കെ രംഗമൊക്കെ അദ്ദേഹം തന്നെ പറയുന്നു വിചാരിക്കുന്നു ഒക്കെയാണ്. അതുപോലെ തന്നെ തെരയുന്നതിനിടയിൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പിന്നീട് മണ്ണിനടിയിൽ കിടന്നു കിട്ടിയ പാഠപുസ്തകത്തിന്റെ ഒരു പീസ് ഈ കൈകളിൽ ഈ പുസ്തകം പറഞ്ഞ പോലെ പരീക്ഷയൊക്കെ എഴുതി ജയിക്കുന്നതിൽ ഇവർക്ക് ഒരു പ്രത്യേക വാശിയുള്ളവരായിരുന്നു. അവരെല്ലാം പാസ്സായതുപോലെ 93 പോലീസുകാരനായിട്ടാണ് കയറിയത്. MSPയിൽ അദ്ദേഹം ഫുട്ബോളിന്റെ അതിമനോഹരമായ കോച്ചായിരുന്നു. ഇന്ത്യയിലെ കോച്ചിന്റെ ലൈസൻസ് ഉള്ള ആളാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ കുട്ടിക്ക് ഇപ്പോഴും കോച്ചിങ്ങിന് സമയം കിട്ടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ MSPയുടെ നേതൃത്വത്തിലുള്ള ടീം നേതൃത്വം കൊടുക്കുകയും ദേശീയ തലത്തിൽ നമ്മുടെ ഈ ഫയർഫോഴ്സിനൊക്കെ ദേശീയ തലത്തിലൊക്കെ ഫുട്ബോളിൽ ചാമ്പ്യൻഷിപ്പ് പലവട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ ഗോൾ കീപ്പറായിട്ടും പരിശീലകനായിട്ടും ഒക്കെ ഒരുപാട് അദ്ദേഹം ഈ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ്. ആദരിച്ചിരിക്കുന്നത്. അതിൽ എൻ്റെയും സന്തോഷം ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തെയാണ് പരിചയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ അതിലേറെ വിശിഷ്ടമെന്ന് തന്നെ പറയാവുന്നതാണ് ഈ ഇരിക്കുന്ന രാജകുമാരി. 10 കൊല്ലം കഴിയുമ്പോൾ സ്റ്റെതസ്കോപ്പുമായിട്ട് വരുന്ന ഡോക്ടറാണ് ഇരിക്കുന്നത്. അത് ഗ്യാരണ്ടിയാ അല്ലേ, ഉറപ്പാണ്. അത് വന്നിരിക്കുക കുട്ടി, അത് ആ തീരുമാനമുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ കുറിച്ചും പറഞ്ഞില്ല. അവര് എളമ്പലാശ്ശേരി എന്ന് പറയുന്ന മൈസൂർ മലയുടെ ഏറ്റവും മുകളിലാണ് താമസിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ. അവിടെ ഒരു വീട് വെക്കാൻ തയ്യാറായാൽ തന്നെ അതിനുള്ളൊരു ബുദ്ധിമുട്ട് എത്രയാണ്. അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പണ്ട് 4 കൊല്ലത്തിന് മുമ്പാന്ന് തോന്നുന്നു അവർ ഇവിടെ എത്തിച്ചേർന്ന് 22 സെന്റ് സ്ഥലമുണ്ട്. പക്ഷേ അവിടെ ഒരു കൂലിവേല ചെയ്തിട്ട് ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കുടുംബം നോക്കാൻ തന്നെ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. എന്തുണ്ടാക്കിയാലും 3 മക്കളുണ്ട്. അതിന് ഏറ്റവും മൂത്ത പുത്രിയാണ് കുട്ടി. അപ്പം അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ അമ്മയ്ക്ക് പ്രത്യേകം നമ്മൾ കൈയടി കൊടുക്കണം. അമ്മയുടെ ഒക്കെ സപ്പോർട്ടാണല്ലോ. ആ നല്ലൊരു അമ്മയും അച്ഛനും ഉണ്ടാവുകയാണല്ലോ മക്കൾ തീർച്ചയായിട്ടും നേരത്തെ സാറിന് പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. ആ അമ്മയ്ക്കും അച്ഛനും പ്രത്യേകം ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ദുരിതപൂർണ്ണമായ ഒരു ജീവിതം, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും താഴെ സങ്കടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളുമായിട്ടുള്ള ആളുകൾ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കും, അല്ലെ, ടെൻഷൻ അടിച്ചിരിക്കും. എന്നാലും എനിക്ക് ഗതിയായി പോയല്ലോ, ദൈവം എനിക്ക് ഇതാണല്ലോ തന്നത്, അല്ലെ പഠിച്ചോളം എനിക്ക് തന്നത് ഇതാണല്ലോ എന്നോർത്തിരിക്കുന്ന ഒരു വിഷമവും അനുഭവിച്ച് അവസാനം അങ്ങനെ ജീവിച്ചു തീർക്കും. ഇതങ്ങനെയല്ല. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പോരായ്മകളുണ്ടെങ്കിലും ഞാനതിനെയെല്ലാം തോൽപ്പിച്ചിട്ട് ജീവിതം ഞാൻ വെട്ടിപ്പിടിക്കും, ഞാൻ നേടുമെന്ന നിശ്ചയദാർഢ്യം കാണിച്ചു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബർട്ടോൾട്ട് ബ്രെഖ്റ്റിന്റെ ഒരു കവിത ഉണ്ടല്ലോ, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ,
പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ, എന്തിന ധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നമ്മൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാനാണ്. പുസ്തകം പഠിച്ചാൽ ജീവിതത്തിൽ എന്തും തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ എന്തും നേടാം എന്ന് തിരിച്ചറിവോടുകൂടി പോരാടുന്ന യഥാർത്ഥത്തിൽ പോരാളിയാണ്. അത് സമൂഹത്തിന് ആകമാനം അഭിമാനമാണ്. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായി പിന്നോക്കം നിൽക്കുന്ന താഴെത്തട്ടിലൊരു കുട്ടി നിശ്ചയദാർഢ്യത്തോടെയും കഠിനാധ്വാനത്തോടെയും 10+ ഒരു സാഹചര്യം മണ്ണെണ്ണ വിളക്കിന് മണ്ണെണ്ണ പോലും ഇല്ലാത്ത വീടാണ്. അത് ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആ വീട് കണ്ടു കാണുമോ എന്ന് എനിക്കറിയില്ല. വെറും ഷീറ്റ് ചാരി വെച്ചിട്ട് മുകളിൽ ഷീറ്റും വെള്ളം അകത്ത് കയറും. വേനലാണെങ്കിൽ ഇരിക്കാൻ പറ്റും. ഷീറ്റിന്റെ ഉള്ളിൽ ആകെ ഒരു വീടാണെന്ന് പറഞ്ഞാൽ ഒരു മുറിയ വീടെന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് അടുക്കള, ഡൈനിങ് ഹാൾ തുടങ്ങിയ എല്ലാം ഒന്നാണ്, കിടപ്പുറി എല്ലാം കൂടി. ആ വീട്ടിലിരുന്നിട്ടാണ് ഈ പോരാടിയത്. നമ്മുടെ എല്ലാ സൗകര്യവും ഫാനും AC ഉണ്ടായിട്ട്, ഫാനും AC എല്ലാം ഉണ്ടായിട്ട് 9+, 4+, 5+, 7+ ഒന്നും ഇല്ലാതെ പോകുന്ന കുട്ടികളെ ബഹുഭൂരിപക്ഷം. പക്ഷേ ഈ കുട്ടി നേടിയത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഇതുണ്ട്, ഒരു വലിയ ഒരു എന്താ പറയുക ആത്മവിശ്വാസമുണ്ട്, ഒരു തൻ്റെ ഇടമുണ്ട്. ആ തൻ്റെ ഇടത്തിനാണ് തീർച്ചയായിട്ടും ഞാനും അഭിനന്ദിക്കുന്നത്. ഈ നാട്ടിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പഠിച്ച് ജയിച്ച് ഞാൻ നേടുമെന്ന ആത്മവിശ്വാസവും മാതൃകയും നാടിനാകെ പ്രചോദനമാണ്. അങ്ങനെ വളരെ മികവ് കാട്ടി ജയിച്ച കുട്ടി ആഗ്രഹമനുസരിച്ച് ഡോക്ടറും അതുപോലെ അതിനേക്കാൾ ഉപരിയായിട്ടൊക്കെ വളർന്നു പന്തലിച്ച് വലിയ കുട്ടി മേഖലയിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം നിങ്ങളുടെ കുടുംബക്കാരിയായിട്ടുള്ള ഒരു ഡോക്ടർ തേക്കുകുറ്റി പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാനും പോയി കണ്ടിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം പിന്നെ സ്വീകരിക്കുകയും വളരെ മര്യാദയായി പെരുമാറുകയും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി നന്നായി ചികിത്സിക്കുകയും ചെയ്യുന്ന എളിമയുടെ ഉടമയാണ്. അതേപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും നല്ല എളിമയുള്ള മാതൃകയായ അർപ്പണബോധമുള്ള ഒരു ഡോക്ടറായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ജയിക്കും. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എടുത്തു പറയത്തക്ക എന്ത് സംഭവ വികാസം നാട്ടിലുണ്ടെങ്കിലും അതിൽ ആദരിക്കേണ്ടതിനെ ആദരിക്കുന്ന കാര്യത്തിലും അനുമോദിക്കേണ്ടതിനെ അനുമോദിക്കേണ്ട കാര്യത്തിലും ഒക്കെ, അതേപോലെ തന്നെ സഹായിക്കേണ്ടതിനെ സഹായിക്കുന്ന കാര്യത്തിലുമൊക്കെ മുരളിമാഷ് പറഞ്ഞതുപോലെ വളരെ മുമ്പിലാണ്. അപ്പം നല്ല ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ വേണം. അങ്ങനെയുള്ള ഭരണകർത്താക്കൾ ഒക്കെ ഉണ്ട് എങ്കിൽ എന്ത് സംഭവിക്കുകയല്ല, നമ്മുടെ കാലത്തല്ല, നമ്മുടെയൊക്കെ മക്കളുടെ കാലത്ത് ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ചില സംഗതികൾ നടക്കുകയില്ല. വേണ്ടത്ര അംഗീകാരം നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് എൻ്റെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായം. ആ മഹാനായ നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ വീരപുത്രൻ APJ അബ്ദുൽ കലാം കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിൽ മുമ്പത്തിൽ വൃന്ദയ്ക്ക് പുതുപുത്തൻ വസ്ത്രത്തിൻ്റെ അഭാവം തോന്നിയാൽ അന്നേരം ഞാൻ എൻ്റെ ഓർത്തോളൂ കേട്ടോ. വൃന്ദയ്ക്ക് പുത്തൻ വസ്ത്രം വേണം എന്ന് എപ്പോൾ തോന്നിയാൽ യാതൊരു നുണയല്ല. അടുത്ത 60 മാസത്തേക്ക് എപ്പോഴെങ്കിലും വസ്ത്രം നിങ്ങൾക്ക് മോക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ എൻ്റെ നമ്പർ കണ്ടക്ടറോട് മുരളിമാഷോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഒറ്റ വിളിച്ചാൽ മതി, അത് അതിനുള്ള തീരുമാനമാക്കി തരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആദ്യമായി എന്നെ വിളിച്ച കാരശ്ശേരി ബാങ്കിന് ആദ്യമേ നന്ദി പറയുകയാണ്. അതുപോലെ സലീം സാറിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, നമ്മുടെ ബൃന്ദാമോളെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ റഫീഖ് തോട്ടുമുഖത്തിൻ്റെ കണ്ടപ്പോഴാണ് ഞാൻ അവരെപ്പറ്റി മിനിങ്ങാന്നാണ് തോന്നുന്നത് ഈ ബൃന്ദയെ പറ്റി കണ്ടത്. അങ്ങനെയാണ് ഇന്നാണ് ഇവിടെ വന്നപ്പോഴാണ് ബൃന്ദയെ കാണുകയും ചെയ്യുന്നു. ബൃന്ദ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ അതിനെപ്പറ്റി എല്ലാവരും, ബാബു സാറും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അവർ നല്ലൊരു ഡോക്ടറോ അതിന് മുകളിലോട്ടോ ഉള്ള ഒരു പദവി വഹിച്ച് നമ്മുടെ മുമ്പിൽ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഇന്നിവിടെ ഈ സ്വീകരണം കൊടുത്ത, അനുമോദനം കൊടുത്ത കാരശ്ശേരി ബാങ്കിനും അതുപോലെ തന്നെ വൃന്ദയെ പഠിപ്പിച്ച സ്കൂളിനും സ്കൂൾ ടീച്ചേഴ്സിനും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പിതാവും അതോടൊപ്പം തന്നെ അവരെ പൂർവികരുമൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പിന്തുടർച്ച എന്നുള്ള രൂപത്തിലാണ് പ്രിയപ്പെട്ട സലീം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനോടൊപ്പം ആ ഔദ്യോഗിക പ്രവൃത്തി ചെയ്യുന്നത് കുറച്ചുകൂടി മനസ്സിന് സന്തോഷം നൽകുന്ന രൂപത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ശൈലിയിലേക്ക് മാറ്റുന്ന ആ പുതിയ പ്രവർത്തന രീതിക്കാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവുമൊക്കെ അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നത്. ശീതീകരിച്ച മുറിയിൽ എല്ലാ സൗകര്യവും ഒരുക്കി അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വാപ്പയോ അമ്മയൊക്കെ ഓർഡർലിയായി പുറത്ത് എന്ത് ആവശ്യം നിറവേറ്റി കൊടുക്കാനും റൂമിന് പുറത്ത് ഇരുന്നിട്ട് പഠിച്ച കുട്ടികൾക്കൊക്കെ പലപ്പോഴും 6-7 A+ നിൽക്കുമ്പോൾ
ഒരു ഒറ്റ മുറിയിൽ ഇരുന്നു കൊണ്ട് ആ ഒരു പഠനത്തിലുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത രക്ഷിതാക്കളെയാണ് ആദ്യം അഭിനന്ദിക്കേണ്ടത്. കാരണം തൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഒരു വിഘാതവും സംഭവിക്കരുത്, അതിന് എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുത്തുകൊണ്ട് ആ കുട്ടിക്ക് ഇത്തരത്തിൽ വലിയ ഒരു നേട്ടം A+ എല്ലാ വിഷയങ്ങൾക്കും ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഏതായാലും വൃന്ദ നമ്മുടെ ഈ പ്രദേശത്തിന് വലിയൊരു അസറ്റായി മാറട്ടെ. നമ്മുടെ നാട്ടുകാരനെ ഇത്രയും വലിയ ഒരു അംഗീകാരം ലഭിച്ചു എന്നുള്ളത് നമുക്ക് അത്ഭുതമാണ്. നമ്മൾക്ക് കിട്ടാത്ത സ്ഥാനങ്ങൾ മക്കളിലൂടെ നമുക്ക് കിട്ടുന്നെന്നുള്ളത്. ചില അവാർഡുകളൊക്കെ കിട്ടും, മക്കൾക്കൊക്കെ കിട്ടുമ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകലുണ്ട്. എന്താ വെച്ചാൽ മക്കളെക്കാൾ കുറച്ചുകൂടി അഭിമാനത്തോടെയാണ് നമ്മൾ ആ പരിപാടി പങ്കെടുക്കുക. ഇളംപലാശ്ശേരി കുന്നിൽ കയറി ഈ കുട്ടിയെ അങ്ങനെ ഒരു കുടുംബാറ ജീവിക്കുന്ന കാര്യവും വീട്ടിലത്തെ കാര്യവും അദ്ദേഹം അറിയാതെ പോയതാണ്. സമാനമായി വിനോദിന്റെ നാട്ടിൽ കാരശ്ശേരി ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വഴി പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഒരു ഫാമിലി ഇതേപോലെ ടാർപ്പായ വിരിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം ഇത് അറിയാതെ പോയതാണ് പ്രശ്നം. നമ്മളാരും അറിയിക്കാനും കഴിയാതെ പോയത്. ഒരുവിധമൊക്കെ കണ്ടേട്ടൻ അറിഞ്ഞാൽ പറയുമായിരുന്നു, നമ്മളാരും അറിഞ്ഞതുമില്ല. ഏതായാലും വൃന്ദയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗ്യമാണ്. നമ്മുടെ നാടിന് നന്മ വരുന്ന രൂപത്തിൽ അവർ വളർന്നു വരട്ടെ. ഡോക്ടറോ എഞ്ചിനീയറോ അവരെ അഭിരുചിക്കനുസരിച്ച് അവർ വളർന്നു വരട്ടെ എന്ന് മാത്രം ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടലല്ല, നമ്മുടെ നാട്ടിലുള്ള ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു അഭിനന്ദനങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കലൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു കമൻഡേഷൻ സർട്ടിഫിക്കറ്റ്. എനിക്ക് ഇതേപോലെ തന്നെ ഈ കാശ്ശേരി ബാങ്കിൽ നിന്ന് 2 or 3 തവണ ഓരോ ഇതിൽ പിന്നെ നാട്ടുകാരുടെ കമ്പൻഡേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. സലീം സാറിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ തൊട്ട മുറ്റ മാസത്തിലാണ് ഇവിടുന്ന് എനിക്കൊരു ആദരവ് കിട്ടിയത്. അപ്പം കാരശ്ശേരി ബാങ്കിൻ്റെ ഒരു ആദരവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം, ഒരു കഥ പറയാനുള്ളത് എന്താ വെച്ചാൽ സലീം സാറിനെ ഞാൻ സലീം എന്നാ വിളിക്കുക. അപ്പം നിങ്ങളെ മുന്നിൽ സലീം സാറിന് വിളിക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരും സലീം സാറിന് വിളിക്കാൻ കൊണ്ട് സലീം സാറിന് വിളിക്കും. ഇടയ്ക്ക് സലീം എന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ ക്ഷമിക്കണം. സലീമിന് പിന്നെ തെറ്റി ഈ അവാർഡ് കിട്ടാനുള്ള കാരണക്കാരൻ ഞാനാണ് ഇത് റെഡിയാക്കി കൊടുത്തത്. എന്തായാലും കാരണം അറിയോ, ഞാനും സലീമും ഒക്കെ അറിയാലോ, ഞാൻ അഗസ്ത്യമിഴിക്കാരാണ്. ഇപ്പം കോയങ്ങൂറിനും ഒക്കെ പറയുമ്പോൾ തന്നെ തൊട്ടടുത്ത അയൽവാസികളാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരു ചുമ്മാക്കുള്ള ആളവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എത്ര ആളവിടെ വരുന്നുണ്ട് പോലൊന്നും അറിയില്ല, അത്രയും മക്കളുള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ പട്ടിയുള്ള കാലമാണ്. അപ്പോൾ ഞങ്ങൾ അതെ അങ്ങനെ വേണം. അപ്പോൾ അത്രയും ആൾക്കാരുള്ള സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞാൽ ഒരു പരിധി വരെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ മുകളിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് കഴിയലും സലീം അപ്പോൾ 8ാം ക്ലാസ്സോ ഒക്കെ ഉണ്ടാവുള്ളൂ. സലീമിൻ്റെ ഏട്ടന്മാരായിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനിയൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് കമ്പനി ഞാനും സലീമും തമ്മിൽ ഇത്ര എടുക്കാൻ കാരണം എന്താ വെച്ചാൽ പന്ത് കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും. ഈ നാട്ടിലെ ഒരുവിധം 7 സ്കോറിലൊക്കെ ഞങ്ങൾ 2 കളിക്കാൻ പോയത്. അതിന് മുന്നേ കോഴിക്കോട് ഒരു ജില്ലാ ഫുട്ബോൾ ടീമിൽ എടുത്തപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വരല് സലീമാണ്. അതേപോലെ തന്നെ അവനെ അങ്ങനെ തന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ പോകും പല സ്ഥലത്ത്. അതാണ് ഞാൻ എന്തായാലും ഇവിടെ വരണമെന്ന് വിചാരിക്കാൻ കാരണം. അങ്ങനെ പന്ത് കളിച്ചിടത്തും തല്ലിട്ടും തല്ല് കൊടുക്കും, അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ പന്ത് കളി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏത് വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുന്നുള്ളേക്ക് വന്ന് മനസ്സിലായത്. എന്താ ഞങ്ങൾ പന്ത് കളിക്കും, അതുപോലെ തന്നെ വേറെ പുഴയിൽ ചാടാൻ പോകും, പുഴയിൽ കുളിക്കാൻ പോകും, നീന്തൽ മൊയ്തീൻകുട്ടി ഒക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ച് കളിക്കാൻ പോകാം. ഇവിടെ 2 വ്യക്തികളെ കാരശ്ശേരി ബാങ്ക് ആദരിച്ചിരിക്കുകയാണ്. അതേപോലെ ബാങ്കിനെ ഭരണസമിതിയും അഭിനന്ദിക്കുന്നു. ആദരം ഏറ്റുവാങ്ങിയ സലീം, എനിക്ക് കുടുംബപരമായി അദ്ദേഹത്തിൻ്റെ വാപ്പയെ പരിചയമുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ വന്നാൽ ഇപ്പം എന്നെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക. പക്ഷേ ഇവിടെ ഭൂരിഭാഗം ആൾക്കാർ സംസാരിച്ച് എൻ്റെ പിതാവിനെ കുറിച്ചാണ്. ഏറ്റവും വലിയ സന്തോഷം അറിയാലോ. അതായത് ഇപ്പം എനിക്ക് ഇതുവരെ ഇപ്പം ഞാൻ ഈ കാരശ്ശേരി ബാങ്കിൻ്റെ 2ാമത്തെ എനിക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയ സമയത്തും എന്നെ ഏറ്റവും ആദ്യം വിളിച്ചത്, അതായത് ആ വാർത്ത പത്രത്തിൽ വന്ന് ടി വിയിലൊക്കെ വന്നിരുന്നു, ഏറ്റവും ആദ്യം ശ്രീ NK-യാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 14-ന് അതായത് ദേശീയ തരത്തിലുള്ള നാഷണൽ ഫയർ ഡേ ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇങ്ങനെ കമൻറ്റേഷനും ഡിസ്കും കിട്ടുന്നത്. ഏറ്റവും ആദ്യം എന്നെ വിളിച്ചത് ശ്രീ NK-ആണ് എന്നുള്ള സന്തോഷം അദ്ദേഹത്തിന്.
അതിനൊരു കാരണമുണ്ട്. ഒരു പക്ഷേ ഇമ്പിച്ചാക്കയുടെ മകൻ എന്നുള്ളതുകൊണ്ടാണ്. ഒരു പക്ഷേ എനിക്ക് എൻ്റെ പേര് പോലും ഓർത്തോളന്നില്ല. ഒരു ഇമ്പിച്ചാക്കൻ്റെ മകൻ. ഇപ്പോൾ റസാഖ് അല്ലെ പിന്നെ മുഹമ്മദ് അല്ലെ മജീദ് സലാം എന്നൊക്കെ അറിയാം. എൻ്റെ പേര് ഒരു പക്ഷേ ഇമ്പിച്ചാക്കയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓർക്കണം. അല്ലെ പ്രത്യേക സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പിന്നെ വിജയൻ പറഞ്ഞ പോലെ അതായത് ഒരുപാട് കാലം ഇങ്ങനെ ഞാൻ 4 വർഷം പോലീസിൽ അറിയാലോ, പോലീസിലെ 4 വർഷം 4 കൽപ്പാന്ത കാലമാണ്. അതിലിങ്ങനെ കഴിഞ്ഞു കൂടുന്ന സമയത്താണ് വിജയൻ ഇതേപോലെ ഫയർ സർവീസിൽ വരുന്നത്. അപ്പോൾ ഇപ്പം വിജയൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നൊരു വാക്കായിരുന്നു വിജയൻ ഇവിടെ ആദ്യം തന്നെ പൊട്ടിച്ചു കളഞ്ഞു. അതായത് ജീവിതത്തിൽ ഫയർ സർവീസുകാരെന്നുള്ള ആൾക്ക് എനിക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് വിജയനോടാണ്. കാരണം എന്നെ നമുക്കറിയാലോ, നമ്മൾ മുമ്പേ ഗമിക്കുന്ന ഒരു ഗോപിന്റെ പിന്നാലെ പോയതാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ നന്ദി വിജയനോട് ഞാൻ വേദിയിൽ പ്രത്യേകം അതിൻ്റെ ആ ഒരു നന്മ വിജയന് രാഷ്ട്രപതിൻ്റെ മെഡലായിട്ട് എനിക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ വിജയന് സാധിച്ചുള്ളതിൻ്റെ സന്തോഷം ഈ അഭിനന്ദനവും ഈ വേദിയിൽ വെച്ച് ഞാൻ നൽകുകയാണ്. പിന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മുരളി മാഷ് അറിയാം, ഞങ്ങൾ പിന്നെ 2020 എനിക്ക് മുഖ്യമന്ത്രി വെള്ളം കിട്ടിയ സമയത്ത് ആരോ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു വേറെ ആൾക്കാർക്കൊക്കെ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഇനി അവാർഡ് കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുക, പ്രാർത്ഥിക്കലല്ലേ ആശംസിക്കൽ. ഈ ചങ്ങായിമാർക്ക് ഒരു അവാർഡ് കിട്ടിയാൽ ഇനി ഒന്ന് കിട്ടരുതേ എന്നാണ് വിചാരിക്കുക. കാരണം നല്ല കാര്യത്തിന് ഇവർക്ക് അവാർഡ് കിട്ടൂല. നാട്ടിലെന്തെങ്കിലും ദുരന്തം ഉണ്ടായിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടല്ലേ ഇവർക്ക് അവാർഡ് കിട്ടുക. അതുകൊണ്ട് ഇവർക്ക് ഒരു അവാർഡ് കിട്ടാതിരിക്കട്ടെ എന്നാ. പക്ഷേ കഷ്ടകാലത്തിനും എനിക്ക് പക്ഷേ ഒരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇത് മാത്രം ഈ അവാർഡ് കിട്ടാനൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മലപ്പുറം ജില്ലയിൽ മുങ്ങി മരണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ അറിയാം. എന്നും നിങ്ങൾക്കറിയാം, മലപ്പുറത്തെ പത്രം വായിച്ചാൽ 2 കുട്ടികൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകണം, നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ പോകണം കുളത്തിലാണ് 2 കുട്ടികൾ 8-9 വയസ്സിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ച വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം മലപ്പുറം ജില്ലയിൽ എന്താണെന്നല്ല ജനസംഖ്യ കൂടുതലുള്ളതാണെന്ന് അറിയില്ല. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ മലപ്പുറം ഫയർ സ്റ്റേഷൻ്റെ പരിധിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഒരു ദിവസം ഒരു മുങ്ങി മരണമെങ്കിലും നടക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ മുങ്ങി മരണങ്ങൾ നമ്മൾ നേരിടുമ്പോൾ നമ്മളിപ്പം ആൾക്കാർ പറയും എല്ലാവരും നീന്തൽ പഠിപ്പിക്കുക, എന്നാൽ എല്ലാവരും നീന്തൽ പഠിച്ചാൽ മുങ്ങി മരണം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അത് തീർന്ന തെറ്റായ ഒരു ഇതാണ്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ 28 കൊല്ലം ഫയർ സർവീസിൽ 4 വർഷം പോലീസ് 32ാമത്തെ വർഷമാണ്. ഞാനൊരു 400-450 സ്ഥലത്ത് ഇതേപോലെ മരണം ഉണ്ടായ സ്ഥലത്ത് മുങ്ങി മരണം ഉണ്ടായ സ്ഥലത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 350 ആൾക്കാരെങ്കിലും നീന്തൽ അറിയുന്ന ആൾക്കാരാണ് മരിച്ചത്. അപ്പം നമ്മൾ നീന്തൽ പഠിച്ചാൽ മുങ്ങി മരണം ഇല്ലാതാവുമോ? ഇല്ല. പകരം അനാവശ്യമായിട്ട് അല്ലെ അപകടമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ള ബോധം ആണ് ആൾക്കാർക്ക് ഉണ്ടാവേണ്ടത്. ചിലപ്പം ബോധമില്ലാതെ ഇറങ്ങും, ചിലപ്പോൾ തമാശക്ക് ഇറങ്ങും. ഇപ്പം ഇന്നലെ പോയ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ 9-8 വയസ്സുള്ള കുട്ടികളാണ്. ഇവരൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിഡിപ്പ് എന്ന പേരിൽ കേരള സിവിൽ ഡിഫൻസ് അറിയാമല്ലോ, ഫയർ സർവീസിൻ്റെ കീഴിൽ സന്നദ്ധ പ്രവർത്തകർ മുക്കത്തൊക്കെ ഉണ്ട്. അവരെ ഞാൻ 10-12 വർഷത്തോളം ഫയർ സർവീസ് അക്കാദമിയിൽ പല ബാച്ചിൽ ഇങ്ങനെ പലപ്പോഴും ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ ഞാൻ നീന്തൽ കോച്ചും അവിടെ ഞങ്ങൾ നീന്തൽ കോച്ചും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 101 സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരെ ട്രെയിൻ ചെയ്തെടുത്തു. എന്നിട്ട് അവർ വഴി മലപ്പുറം ജില്ലയിലുള്ള സ്കൂളുകളിൽ ഞങ്ങൾ മിഡിപ്പ് എന്നുള്ള പദ്ധതി, അത് നേരത്തെ പറഞ്ഞ പോലെ ശ്രീധന്യ മേഡം പിന്നെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ പെരിന്തൽമണ്ണ സബ് കളക്ടറായി ഇരിക്കുന്ന സമയത്ത് ഒരു SPCൻ്റെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ഒരു നോഡൽ ഓഫീസറായിട്ടുണ്ടായിരുന്നു. അപ്പം മേഡം നേരത്തെ ആരോ ഒരു പ്രത്യേകത ആരോ എന്ന് പറഞ്ഞു ഒരു കാര്യം ഒരൊറ്റ സെക്കൻഡോട്. അപ്പോൾ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങുന്നത് അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ട് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിനെ നിങ്ങൾക്ക് ഇതേപോലെ നീന്തൽ പഠിപ്പിച്ചുകൂടാന്ന് ചോദിച്ചു. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ അവർ ഏറ്റെടുത്തു. ആ പ്രൊജക്റ്റ് സ്റ്റുഡൻറ്റ് പോലീസ് ഏറ്റെടുത്തു. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു പരിപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഉപയോഗപ്പെടുത്തുകയാണ്. നീന്തൽ വശമുള്ള ആൾക്ക് എന്തുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ളതാണ്. അപ്പം ഞാൻ 2 പോയിന്റ് പറയാം. നിങ്ങൾ ഇപ്പം ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് എന്തുകൊണ്ട് നീന്തൽ അറിയുന്ന ആൾക്കാർ മുങ്ങി മരിക്കുന്നു ഒറ്റ ചോദ്യം. ഇപ്പം നീന്തൽ അറിയുന്ന ആൾക്കാർ മുങ്ങിപ്പോകുന്നു. വെറും രണ്ട് കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഏത് സ്പോർട്സിന് പോവുകയാണെങ്കിലും നമ്മൾ കണ്ടില്ലേ, ഫുട്ബോൾ മത്സരമാണെങ്കിൽ വാമിംഗ് അപ്പ് ഉണ്ടാവും, വോളിബോൾ ആണെങ്കിൽ വാമിംഗ് അപ്പ് ഉണ്ടാവും. ഇപ്പം നമ്മളെ ടാസ്ക് റൈഡറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വോളിബോൾ പ്ലെയറാണ് പഴയ നമ്മുടെ. അപ്പോൾ അവർക്കൊക്കെ അറിയാം, നമ്മളൊരു അരമണിക്കൂർ വാമിംഗ് അപ്പ് നടത്തിയിട്ടാണ് നമ്മൾ മത്സരത്തിറങ്ങുന്നത്. നിങ്ങൾ നാട്ടിൽ ആരെങ്കിലും വാമിംഗ് അപ്പ് എടുത്ത് നീന്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. മത്സരങ്ങൾക്ക് നീന്തുന്നത് ഒളിമ്പിക്സിലോ അല്ല ഇതിലോ കണ്ടു ആരും നീന്താറുണ്ടോ? വാമിംഗ് അപ്പ് നടത്താതെ നീന്തുന്നതാണ് പ്രധാന കാരണം മനുഷ്യൻ്റെ മസിൽ കോച്ചി പിടിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ഫുട്ബോൾ 90 മിനിറ്റ് കളിക്കാൻ 40 മിനിറ്റോ അല്ല 25 മിനിറ്റോ വാമിംഗ് അപ്പ് നടത്തിയ ഒരാൾ ഗ്രൗണ്ടിൽ 2ാമത്തെ മിനിറ്റ് ഞൊണ്ടി പോകുന്നത് കാണാം.
അയാൾ അത്രയും വാമായിട്ട് പോലും അയാളെ കാലോ കയ്യോ കോച്ചിട്ട് ആംസ്ട്രിങ് ഏതെങ്കിലും പരിക്ക് പറ്റി അയാൾ കയറി പോകുന്നതാണ്. അപ്പോൾ മെല്ലെ ഒരു എത്താത്ത തോർത്ത് കൊടുത്തിട്ട് ഇപ്പോഴും വെള്ളത്തിലേക്ക് ചാടുന്ന ഒരാൾ ഇതേപോലെ വാമിങ് ഡൗൺ ആയി പോയിട്ട് തണുത്ത വെള്ളത്തിലാണ് ചാടുന്നത്. ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. ഒറ്റ ചാട്ടത്തിൽ തന്നെ ചിലപ്പം കാണാൻ കയ്യൊക്കെ കോച്ചിട്ട് ആൾക്കാർ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് ഒരു പ്രധാന കാരണം അതാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം 100 മീറ്റർ ഓടുന്ന ഉസൈൻ ബോൾട്ടിനെ കേട്ടിട്ടുണ്ട്, എത്യോപ്യൻ്റെ 10,000 മീറ്റർ ഓട്ടക്കാരനെ കേട്ടിട്ടുണ്ട്. ഇവർ രണ്ടാളും തമ്മിൽ ഒരു 5,000 മീറ്റർ മത്സരം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു 800-1000 മീറ്റർ ഉസൈൻ ബോൾട്ട് മുന്നിലായിരിക്കും. ഒരു 1500 മീറ്റർ ആകുമ്പോൾ ഉസൈൻ ബോൾട്ട് നിലത്ത് കിടക്കും കേത്തച്ചിട്ട്. കാരണം ഇവർ രണ്ടാളും ശരീരപ്രതി രണ്ടും രണ്ടാ. 10,000 മീറ്ററുകാരൻ 5,000 മീറ്റർ ഈസി ആയിട്ട് ഓടി തീർക്കും. അയാൾ ആദ്യം തുടക്കത്തിൽ പതുക്കെ ഓടുക. അയാളെ ശരീരപ്രതി അയാൾ കുറച്ച് ഓക്സിജൻ ശ്വസിച്ചിട്ട് കൂടുതൽ സമയം ഓടുന്ന ആളാണ്. ഉസൈൻ ബോൾട്ട് ഒരുപാട് ഓക്സിജൻ എടുത്തിട്ട് കുതിച്ചു പായുന്നതാണ്. ഈ 2 ആൾക്കാരാണ് നീന്തുന്നത്. ഇത് തന്നെ നീന്തുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും ഒരു കുട്ടി നീന്തി മറ്റേ കുട്ടി ആണ്ടുപോയി, രണ്ടാൾക്കും നീന്താൻ അറിയാം. സംഭവിക്കുന്നത് തന്നെയാണ് ഈ 500 മീറ്റർ അവിടെ പോയി നീന്തി വരാനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടിയല്ല നീന്തുന്നത്. അവന് 100 മീറ്റർ ഓടാനുള്ള കപ്പാസിറ്റി ശരീരപ്രകൃതിയേ ഉള്ളൂ. അവൻ്റെ കൂടെ നോക്കുന്നവൻ മറ്റേ കെനിയൻ്റെ 1500 ഓട്ടർ അല്ലെ 10,000 ഓട്ടക്കാരനാണ്. അവൻ തിരിച്ചു വരും കൂടുതലും ആണ്ടുപോയി. രണ്ടാൾക്കും നീന്താൻ അറിയാം, ഒരാൾ ആണ്ടുപോയി. നമ്മളെ ശരീരം അറിയാം. ഞാൻ പണ്ട് നീന്തിയിരുന്നു, ഞാൻ ഇപ്പോൾ 75 പുഴ മുറിച്ച് നീന്തിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോറിയിൽ പോയിട്ട് അല്ലെങ്കിൽ വിനോദസഞ്ചാരമൊക്കെ എന്നത് പോയിട്ട് നമ്മൾ നീന്തുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവസാനം വെള്ളം കുടിക്കുന്ന സമയത്താണ് മനസ്സിലാകുക പഴയ നീന്തലല്ല ഇപ്പോഴത്തെ നീന്തൽ. കാരണം വെച്ചാൽ നമ്മുടെ ശരീരം അതിന് വഴങ്ങില്ല. ഈ വേറെ എല്ലാ ഗെയിമിനും ആൾക്കാർ, ഞാൻ പറഞ്ഞു എല്ലാ ഗെയിമിനും ആൾക്കാർ വാമിംഗ് അപ്പ് അല്ലെ പ്രാക്ടീസും ഒക്കെ നടത്തും. പണ്ടെന്തെങ്കിലും ഫുട്ബോൾ കളിച്ച ഒരാൾ ഇപ്പോൾ ഒരു വെറ്ററൻസ് മാച്ച് വരികയാണെങ്കിൽ അയാൾ 2 ദിവസം മുമ്പ് പോയി പന്ത് തട്ടി വെക്കും. പക്ഷെ നീന്തൽ നമ്മളത് ചെയ്യുന്നതല്ല. നമ്മൾ വെള്ളം കണ്ടാൽ എടുത്ത് ചാടും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പരിചയപ്പെട്ടത് ഈ നീന്തൽ അറിയുന്ന ആൾക്കാർ മുഴുവൻ അപകടത്തിൽപ്പെടാൻ കാരണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും അപകടത്തിൽപ്പെടില്ല. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ വീട്ടിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും പരിചയമില്ലാത്ത കുളത്ത് ചാടുന്നൊക്കെ ചളി കൊടുക്കുന്നത് വേറെ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ കേസൊക്കെ ഉണ്ട്. പക്ഷേ നല്ല വെള്ളത്തിൽ ഓപ്പൺ വാട്ടറിൽ പോയിട്ട് ആണ്ടുപോകുന്ന കേസ് സംഭവിക്കുന്ന ഇതാണ്. ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോൾ ഈ അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഇത്തരം ക്ലാസ്സുകൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം 305 ദിവസം കൊണ്ട് ഞാൻ 225 ക്ലാസ് എടുത്തിട്ടുണ്ട്. 225 ക്ലാസ് പറഞ്ഞാൽ ദിവസം 4 എണ്ണം വരെ 2 മണിക്കൂറിൽ 8 ക്ലാസ് 4 ക്ലാസ് വരെ 8 മണിക്കൂർ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. ഈ നീന്തലും മുങ്ങിമരണമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് എനിക്ക് അംഗീകാരം കിട്ടിയത്. അപ്പോൾ ഞാൻ ആ നന്ദിയും കൂടി കാണിച്ചുകൊണ്ട് നിങ്ങളോട് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇത്ര ഒരു ഇത് ഒരുക്കി തന്നതിന് ഇപ്പം ഇവിടുന്ന് കിട്ടുന്നതിനപ്പുറം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഉഗാണ്ടയിലെ പ്രധാനമന്ത്രിയായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളാരെങ്കിലും അറിയും. പക്ഷെ എൻ്റെ നാട്ടിലെ ശാസ്ത്രീയ സ്കൂളിലെ പ്യൂണാണെങ്കിൽ എന്നെ എല്ലാവരും അറിയും. അതുപോലെ തന്നെ എനിക്ക് മലപ്പുറത്ത് പോയിട്ട് സ്വീകരണം കിട്ടിയ വലിയ കാര്യമൊന്നുമില്ല. എന്നെ ആരും അറിയാം. ബിച്ചാക്കൻ്റെ മകൻ ആരെങ്കിലും മലപ്പുറത്ത് അറിയില്ല. അപ്പോൾ ബിച്ചാക്കൻ്റെ മകന് കിട്ടുന്ന ഈ ഒരു സ്വീകരണം തന്നെയാണ് ആ മെഡലിനെക്കാട്ടും അല്ലെങ്കിൽ ഏറ്റവും ഞാൻ വില കൽപ്പിക്കുന്ന ഒരു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോക്ടറാണോ എഞ്ചിനീയറാണോ കൂടുതൽ ആരോ പറഞ്ഞു സിവിൽ സർവീസ് ആണോ എന്നുള്ളത്. പക്ഷേ സിവിൽ സർവീസുകാരെ ഒക്കെ ഭരിക്കുന്ന ആരാ? ഇവര് രാഷ്ട്രീയക്കാരാണ്. മോളെ പറ്റുമെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവാൻ നോക്കി ഇവരൊക്കെ ഭരിക്കാൻ നോക്കുക എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷം അഭിമാനമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നതിന് കാരണം എൻ്റെ പേരൻസ് എൻ്റെ ടീച്ചേഴ്സ് മാത്രമാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കാരശ്ശേരി ബാങ്കിനും ഇവിടെ ഇരിക്കുന്ന ആരുടെ പേര് എനിക്കറിയില്ല, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി. സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ബാങ്കിൻ്റെ ചെയർമാൻ ശ്രീ എൻ കെ അബ്ദുറഹ്മാൻ സാറിനെ നന്ദി അറിയിച്ചു കൊണ്ടതും, അതുപോലെ തന്നെ നമ്മളിന്ന് ആദരവേറ്റ് വാങ്ങിയിട്ടുള്ള ശ്രീ അബ്ദുൽ സലീം സാറ്, വൃന്ദമോൾ, ടാർസൻ